السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، ما بعد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم اجعلنا من عباد الله الصالحين. പ്രിയപ്പെട്ടവരെ, നിക്കാഹ് ചെയ്യുന്ന പുരുഷൻ സ്ത്രീക്ക് നൽകേണ്ടതിനെ കുറിച്ചാണ് മഹർ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ മത്തിന് കുറച്ച് വായിച്ചർത്ഥം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സറാഹിലേക്ക് തന്നെ പോവാണ്. ഫസ്ലുൻ ബി സ്വദാഖി എന്ന് നമ്മൾ പറഞ്ഞു. മഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നൊക്കെ പറഞ്ഞു. മഹർ സ്വദാഖ് ഏകദേശം ഒരേ അർത്ഥമാണ്. മഹർ മാ വജബ ബിഗൈരി ദാലിക് ഒരേ അർത്ഥമാണ്. അല്ലെങ്കിൽ അഖ്ദിൽ പറയുമ്പോൾ ഉണ്ടാകുന്നതിന് സ്വദാഖ് എന്നും സിദ്ഖ് സത്യസന്ധത, അല്ലാതെ നിർബന്ധമാകുന്നതിന് മഹർ എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ മത്തിന് ഷറഹ് ഇസന്നു വലൂഫി തസ്ബീജ് അമത്തിഹി ബി അംദി ദിക്റു സദാഖ് ഫി അഖ്ദിൻ. അഖ്ദിൽ തന്നെ സ്വദാഖ് പറയൽ സുന്നത്താണ്. 4 മദ്ഹബിലും മഹർ പറയാതെ നിക്കാഹ് നടത്തിയാൽ സ്വഹീഹാകും. മഹർ പറയാതെ നിക്കാഹ് നടത്തിയാൽ സ്വഹീഹാകും. എൻ്റെ മോളെ കെട്ടിച്ചു സ്വീകരിച്ചു, അപ്പോൾ മഹർ മിസ്ലാണ് നിർബന്ധമാവുക. പക്ഷെ പറയൽ സുന്നത്താണ്. അത് സ്വർണ്ണോ വെള്ളിയോ നല്ലതോ കോനുഹു മിൻഫില്ല, വെള്ളിയാവലും ഉത്തമമാണ്. ഇലിത്തിബായി നബിശത്തേക്ക് വേണ്ടി നമ്മൾ വെള്ളിയല്ല കൊടുക്കൽ, ഇപ്പോൾ സ്വർണ്ണമാണ്. നമ്മൾ ഈ കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അത് വെള്ളിയാണല്ലോ സുന്നത്ത് നേരത്തെ കൊണ്ടുപോയാൽ ചിലപ്പോൾ വഷളാവും അല്ലേ ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ അതൊക്കെ സുന്നത്താണ്. ഇൽത്തിബായി ഫീഹിമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അപ്രകാരമാണ് കാണുന്നത്. ഇനി മാക്സിമം എത്ര, കുറവെത്ര? വഅദമു സിയാദത്തിൻ അലാ 500 ദിർഹമിൻ. 200 വെള്ളി നാണയത്തേക്കാൾ കൂടാതിരിക്കുക. അവർ 600 ഗ്രാം വെള്ളി എന്നാവും. 1 ഗ്രാം ദിർഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 ഗ്രാം ആയിരിക്കും. അപ്പോൾ 500 ദിർഹം എന്ന് പറയുമ്പോൾ 2000 ഗ്രാമായില്ലേ. അപ്പോൾ 2 കിലോ വെള്ളി. 1 കിലോ വെള്ളി എന്നൊക്കെ പറയുമ്പോൾ എത്ര ഉറുപ്പ്യ ഉണ്ടാവും? 50,000 60,000 ഒക്കെ ഉണ്ടാവും അല്ലേ ഇപ്പോഴത്തെ 500 ദിർഹമിൽ കൂടാതിരിക്കുക. അതായത് അസ്തിഖത്തു ബനാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ നബി തങ്ങളുടെ ഭാര്യമാർക്ക്, മക്കൾക്ക്, പെൺകുട്ടികൾക്ക് നബി കൊടുത്ത സദഖ. അസ്തിഖത്ത് എന്ന ദിർഹംസ് ആല മഹർ സദാഖ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി പെൺകുട്ടികൾക്ക് നൽകിയ സദഖയേക്കാൾ ഇസ്തിഖത്തിനേക്കാൾ കൂടാതിരിക്കുക. വനുഖ്സാനിൻ അൻ അശറത്തി ദറാഹിമ ഖാലിസ. ശുദ്ധമായ 10 ദിർഹമിനേക്കാൾ കുറയാതിരിക്കലും സുന്നത്താണ്. 40 ഗ്രാം വെള്ളിയേക്കാൾ കുറയാതിരിക്കുക. കുരിഹ ഇഖ്ലാഉഹു അൻ ദിക്രിഹി. പറയാതിരിക്കൽ കറാഹത്താണ്. കുരിഹ കറാഹത്താണ്. ഇഖ്ലാഉദിനെ ഒഴിവാക്കൽ, അഖ്ലാ എന്നാണ് ഒഴിവാക്കിയെന്നാണ്. അൻ ദിക്രിഹി പറയാതെ ഇരിക്കൽ കറാഹത്താണ്. വഖദ് യജിബു ലിആരിദിൻ. മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് അത് നിർബന്ധമാവുകയും ചെയ്യും. പുറമേ നിന്നുള്ള കാരണങ്ങൾ കൊണ്ട്, ചില കാരണങ്ങളാൽ അത് നിർബന്ധമാവുകയും ചെയ്യും. ഉദാഹരണം, കാങ്കാനത്തിൽ മർഅത്തു ഗൈറ ജായിസത്തി തസറുഫി. സ്ത്രീ സ്വത്ത് കൈകാര്യം ചെയ്യൽ അനുവദനീയമല്ലാത്ത സ്ത്രീയായാൽ, ചെറിയ പെൺകുട്ടിനെയാണ് കെട്ടിക്കുന്നതെങ്കിൽ അവിടെ മഹർ പറയൽ നിർബന്ധമാകും. തസറുഫ് എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക, വിൽപ്പന വാങ്ങലൊക്കെ ജായിസത്ത്. ഇനി എന്താണ് മഹറാക്കാൻ പറ്റുക, എത്രയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മഹർ എന്താണ് എന്ന് പറഞ്ഞു, എത്രയാണ് എന്ന് പറഞ്ഞു. ഇനി എന്താണ് എന്നല്ല. ഒമാ സഹ കൗനുഹു സമനൻ സഹ കൗനുഹു സദാഖൻ. വിലയാകാൻ പറ്റുന്നതെല്ലാം സദാഖാവാനും പറ്റും.
വൈങ്കല്ല എത്ര കുറഞ്ഞാലും ഈ സിഹത്തി കൗനിഹി ഇവദൻ, കാരണം അതൊരു പ്രതിഫലമാക്കാൻ പറ്റുന്നതിനാൽ. ഇവത് കാരണം പ്രതിഫലം എന്നല്ലേ. ഫൈൻ ഉഖിദ ബിമാലായി തമവ്വലു, അപ്പോൾ ഒരു സമ്പത്തായി കണക്കാക്കപ്പെടാത്ത ഒരു വസ്തു കൊണ്ട് ഇടപാട് നടന്നാൽ, കനവാത്തിൻ വഹസ്വാത്തിൻ വഖിമായി ബാദിൻജാനിൻ, ഈത്തപ്പനക്കുരു, നവാത്ത്, ഹസ്വാത്ത് ഒരു കല്ല്, വഖിമായി ബാദിൻജാൻ, ബാദിൻജാൻ്റെ തൊപ്പി, ഈ പച്ചക്കറീൻ്റെ തലക്കല ഒരു തൊപ്പിയൊക്കെ ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് ബാദിൻജാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴുതനയുടെ ആ മുകളിലൊരു തൊപ്പിയൊക്കെ ഉണ്ടാവില്ല, അതാണ് ഖിമാ എന്ന് പറയാം. വേറൊന്ന് തെറുക്കി ഹദ്ദി ഖദ്ഫിൻ, വ്യഭിചാരാരോപണം നടത്തിയതിൻ്റെ ശിക്ഷ ഉപേക്ഷിക്കുക. ഇത് പ്രതിഫലാക്കി. വ്യഭിചാരാരോപണം നടത്തിയ ശിക്ഷ ഉണ്ടാവില്ലേ, ഇതൊക്കെ ആക്കി. ഇത് ലായ് തമവ്വലു എന്ന് പറയാം. തമവ്വല എന്ന് പറഞ്ഞാൽ ഒരു സമ്പത്താക്കി എന്നാണ് അർത്ഥം. മാലിന്ന് പോകുന്നതാണ് തമവ്വല. അപ്പോൾ ലാ യുത്തമവ്വലു എന്ന് പറഞ്ഞാൽ ഒരു സമ്പത്തായി കണക്കാക്കപ്പെടാത്തത്. ഫസദത്തി തസ്മിയത്തു, അപ്പോൾ പിന്നെ ആ ഇപ്പോൾ മഹർ പറഞ്ഞത് ബാത്തിലാകും. ഈ ഖുറൂജിഹൻ ഇവദിയത്തി, അതൊരു പ്രതിഫലമാക്കാൻ പറ്റാത്തത് കൊണ്ട്. ഇവദിയത്തിനെ തൊട്ട് പുറപ്പെട്ടതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് വാക്കർത്ഥം അങ്ങനെ വെക്കുക. അതൊരു പ്രതിഫലമാക്കാൻ പറ്റാത്തതിനാൽ, പ്രതിഫലമാക്കുക എന്ന ഒരു അളവ് നിന്ന് അത് പുറത്തായതിന് വേണ്ടി. ഇവദിയത്ത് പ്രതിഫലമാവുക എന്നാണ്. ഇവദിയത്ത് എന്ന് മസ്തരീയത്തിൻ്റെ യാഗ് എന്നാണ് അതിന് പറയാം. യാ ഉൽ മസ്തരിയ, ഇവളാവുക. വലഹ കവലിയി നാഖിസത്തിൻ, സ്ത്രീക്ക് ഹബ്സു നഫ്സിഹ, തൻ്റെ ശരീരത്തെ തടഞ്ഞു വെക്കാം. ലിതഖ്ബിള, മഹർ സ്വീകരിക്കുന്നതിന് വേണ്ടി. ഞാൻ പോകില്ല എന്ന് പറയാം, ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകില്ല എന്ന് പറയാം. ഇതുപോലെ തന്നെ കവലിയി നാഖിസത്തിൻ ബി സിഗരിൻ ഔ ജുനൂനിൻ, കുട്ടിയായതുകൊണ്ടോ ഭ്രാന്തായതുകൊണ്ടോ അപൂർണതയുള്ള പെൺകുട്ടിയുടെ വലിയിന് അവകാശമുള്ളതുപോലെ അയാൾക്കും തടഞ്ഞു വെക്കാം. നാക്കിസത്ത് എന്ന് പറഞ്ഞാൽ കാമിലത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിയും പ്രായപൂർത്തിയുള്ള ആളെന്ന്, പൂർണ്ണൻ. അപ്പോൾ നാക്കിസ് എന്ന് പറയുമ്പോൾ അപൂർണർ ഉണ്ടല്ലോ. അപൂർണരാവിലെ കുട്ടിയാകുമ്പോഴോ ഭ്രാന്തിയായ പെണ്ണാകുമ്പോഴോ. സയ്യിദ് ആമത്തിൻ, അടിമ സ്ത്രീയുടെ യജമാനനും അനുവദനീയമാണ്. അപ്പോൾ 3 ടീമിന് അനുവദനീയമാണ് ഹബ്സു നഫ്സിഹ, ശരീരത്തെ വിട്ടു നൽകാതിരിക്കൽ ഭർത്താവിന്. തഖ്ബിള, കൈപ്പറ്റുന്നതിന് വേണ്ടി. ഗൈറ മുഅജ്ജലിൻ, അവധി പറയാത്ത മഹറിനെ. അവധി പറയാത്ത മഹർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ബയാനാട്ടോ. മിനൽ മഹരിൽ മുഅയ്യനി, നിർണയിക്കപ്പെട്ട മഹർ. ഈ മഹർ എന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊടുക്കണം. നമ്മളിപ്പോൾ സാധാരണ നിക്കാഹുകളിലൊക്കെ മുഹർ മുഅയ്യനാണ് ഉണ്ടാവാറുള്ളത്. ഈ മഹറിന് പകരം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മുഅയ്യനല്ലാത്ത മഹർ പറയും, 3 പവൻ സ്വർണത്തിന് പകരം. അപ്പോൾ മുഅയ്യനല്ലാത്ത മഹറാണ്. അവിൽ ഹാലി, അല്ലെങ്കിൽ റൊക്കമായി നൽകേണ്ട മഹർ. ഹാലിൽ എന്ന് പറഞ്ഞാൽ റൊക്കമായിട്ട് നൽകേണ്ടത്. ഇപ്പോൾ നമ്മൾ സാസിലൊക്കെ ഉള്ളതും, സാസിൽ പറഞ്ഞ 3 ഗ്രാം എന്ന് പറഞ്ഞാൽ 3 പവൻ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അത് റൊക്കാണ്. അവധിയാണെങ്കിൽ അവധി പ്രത്യേകം പറഞ്ഞിരിക്കുമല്ലോ. സവാങ്കാന ബാലഹു അം കുല്ലഹു, അത് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അത് കിട്ടിയിട്ടില്ലെങ്കിൽ തടഞ്ഞു വെക്കാം, ശരീരത്തെ വിട്ട് നൽകാതിരിക്കാം. അമ്മാലൗക്കാന മുഅജ്ജലൻ, ഇനി മഹർ അവധി പറഞ്ഞതാണെങ്കിൽ ഫലാ ഹബ്സലഹ, അവൾക്ക് ശരീരം തടഞ്ഞു വെക്കാൻ പറ്റില്ല. അങ്ങനെ അവധി പറഞ്ഞല്ലോ. വൈൻ ഹല്ല ഖബല തസ്ലീമിഹ നഫ്സഹു ലഹു, സ്വന്തം ശരീരത്തെ അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവധി വന്നാൽ പോലും, അവധി ആയാൽ പോലും തടഞ്ഞ് വെക്കാൻ പറ്റൂല.
മുഅജ്ജലാണെങ്കിൽ ഒരു നിമിഷം പോലും ശരീരത്തെ തടഞ്ഞു വെക്കാൻ പറ്റില്ല. വൈൻ ഹല്ല ഖബല തസ്ലീമിഹ, അവൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നഫ്സഹ, അവളുടെ ശരീരത്തെ, ലഹു, അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവധി വന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, തടഞ്ഞു വെക്കാൻ പറ്റില്ല. അവധി പറയാൻ അവൾ സമ്മതിച്ചതോടുകൂടി ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, അവധിയാകാൻ കാത്തിരിക്കാൻ പറ്റില്ല. അവധി പറഞ്ഞതാണെങ്കിൽ ആ മഹർ ഏൽപ്പിക്കുന്നത് വരെ അവൾക്ക് ശരീരം തടഞ്ഞു വെക്കാം. അവധി ഇനി എത്തിയാൽ പോലും, ഉദാഹരണത്തിന് 1-ാം തീയതി നിക്കാഹ് നടത്തി, 5-ാം തീയതി 30-ാം തീയതി മഹർ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 30-ാം തീയതി വരെ അവൾക്ക് തടഞ്ഞു വെക്കാം. 30-ാം തീയതി ആയാലോ, അപ്പോൾ അവധി ആയല്ലോ, അപ്പോഴും തടഞ്ഞു വെക്കാം. ശരീരം ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവധി ഇറങ്ങിയാൽ പോലും, അവധി എത്തിയാൽ പോലും അവളുടെ ശരീരത്തെ അവൾക്ക് എന്ത് ചെയ്യുക, തടഞ്ഞു വെക്കാവുന്നതാണ്. പറഞ്ഞ അവധി കഴിഞ്ഞു. വൈൻ ഹല്ല ഖബല തസ്ലീമിഹ നഫ്സഹ ലഹു, ശരീരം ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞ അവധി വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് വാങ്ങുന്നത് വരെ അവൾക്ക് തടഞ്ഞു വെക്കാവുന്നതാണ്. പിന്നെ ഈ അവധി പറഞ്ഞാൽ തടഞ്ഞു വെക്കാൻ പറ്റില്ല എന്നുള്ളിടത്ത് ഖിലാഫുണ്ട്, അസഹുണ്ട്. തടഞ്ഞു വെക്കാൻ പറ്റില്ല എന്നുള്ള അസഹിന് മുഖാബല തടഞ്ഞു വെക്കാം എന്നതാണ്. സ്ത്രീയുടെ ഒരു അവകാശമാണല്ലോ. ഇനി അവധി പറഞ്ഞ സ്ത്രീ എന്ത് ചെയ്തു, അയാൾക്ക് വഴങ്ങിക്കൊടുത്തു, ശരീരം വഴങ്ങിക്കൊടുത്താലോ പിന്നെ തടഞ്ഞു വെക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. ഒരിക്കൽ വഴങ്ങിക്കൊടുത്താൽ പിന്നെ തടഞ്ഞു വെക്കാൻ പറ്റില്ല. മഹർ തരുമെന്ന് പിന്നെ പറഞ്ഞിട്ട് മഹർ തന്നാലേ ഇനി വഴങ്ങി തരുമെന്ന് പറയാൻ പറ്റില്ല. യസ്ഖുതു ഹഖുൽ ഹബ്സി, ശരീരത്തെ തടഞ്ഞു വെക്കുക, ആൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ള അവകാശം നഷ്ടപ്പെടും. വിവത്ത് ഇഹി യാഹ, അയാൾ അവളെ സംഭോഗം ചെയ്യൽ കൊണ്ട്, തായത്തൻ, അവൾ വഴിപ്പെട്ടുകൊണ്ടും, കാമിലത്തൻ, ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള അവസ്ഥയിൽ അയാൾ പറയുന്നത് അനുസരിച്ച വിധത്തിൽ വഴിപ്പെട്ടാൽ, ഫലി ഗൈരിഹ അൽ ഹബ്സു ബഅദൽ കമാൽ. അപ്പോൾ പ്രായപൂർത്തിയാകാത്തവളാണെങ്കിലോ, ത്വായത്തല്ലെങ്കിലോ അൽ ഹബ്സു ബഅദൽ കമാൽ, അപ്പോൾ പ്രായപൂർത്തിയായതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റും, തടഞ്ഞു വെക്കാൻ പറ്റും. അതേസമയത്ത് ഇല്ല യുസല്ലി മഹൽ വലിയ ബി മസ്ലഹത്തിന്, എന്തോ ഒരു നേട്ടത്തിൻ്റെ പേരിൽ വലിയ ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുത്താൽ ഒഴികെ, ആരെ, ബുദ്ധിയും പ്രായപൂർത്തിയില്ലാത്ത സ്ത്രീയെ. അപ്പോൾ പിന്നെ ബുദ്ധിയും പ്രായപൂർത്തിയൊക്കെ ആയതിനു ശേഷം തടഞ്ഞു വെക്കാൻ പറ്റില്ല, വലിയ ഏൽപ്പിച്ചു കൊടുത്താൽ. വലിയ ഏൽപ്പിച്ചു കൊടുക്കാത്ത സാഹചര്യത്തിൽ അവൾ അയാൾക്ക് വഴിപ്പെട്ടു, അങ്ങനെ 10 നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി പ്രായപൂർത്തിയായാൽ അവൾക്ക് തടഞ്ഞു വെക്കാം. ഇവിടെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരീരം ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയം വന്നു കഴിഞ്ഞാൽ അവൾക്കും അതിലെന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് സാവകാശം എടുക്കാൻ പറ്റും. അതായത് ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയമായി, എനിക്കൊരു 3 ദിവസത്തെ സമയം വേണം വൃത്തിയാകാനും ചമയാനും എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള അവകാശം അവൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 3 ദിവസമോ അതിൽ കുറഞ്ഞ ദിവസമൊക്കെ. ഹൈലോ നിഫാസോ ഉണ്ടെങ്കിൽ അത് തടസ്സമല്ല. ഹൈലോ നിഫാസൊക്കെ ആണെങ്കിൽ തടഞ്ഞു വെക്കാൻ പറ്റില്ല. സംഭോഗം പാടില്ല എന്നല്ലേ ഉള്ളൂ, അവർ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. ഇനി അയാൾ ബന്ധപ്പെടും എന്നൊരു ഉറപ്പ്, ഏകദേശം ഒരു ഉറപ്പ് പോലെയുള്ള ഒരു ധാരണ അവൾക്കുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഞാൻ ശുദ്ധിയാവട്ടെ എന്ന് പറയുകയും ചെയ്യാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, തുംഹലു, അവൾ വുജൂബ്, നിർബന്ധമായിട്ടും അവൾക്ക് സാവകാശം നൽകേണ്ടതാണ്. ലിനഹ്നി തനല്ലുഫിൻ, ശുദ്ധിയാവുക പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, വൃത്തിയാവുക പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. ബിത്വലബി മിൻഹ, അവൾ ആവശ്യപ്പെട്ടാൽ, ഔ മിൻ വലിയ, അല്ലെങ്കിൽ അവളെ വലിയ ആവശ്യപ്പെട്ടാൽ,
അവൾക്ക് സാവകാശം യുംഹലു, എത്ര സാവകാശം? മാ യറാഹു ഖാദിൻ, ഒരു ഖാദി അഭിപ്രായപ്പെടുന്ന സമയം. അതെത്ര? മിൻ സലാസത്തി അയ്യാമിൻ, 3 ദിവസമോ, ഫ അക്കല്ല, അതിനേക്കാൾ കുറവോ, അങ്ങനെയാണ് പ്രയോഗിക്കുക. 3 ഫ അക്കല്ല, 3 കുറവ്. ഇനി കൂടുതലാണെങ്കിൽ ഫ അക്സറ എന്നാണ് പറയാം. അതേസമയത്ത് ലാലിൻ ഖിത്തായി ഹദ് നിഫാസിന്, ഹദ് നിഫാസും അവസാനിക്കാൻ വേണ്ടി തടഞ്ഞു വെക്കാൻ പറ്റില്ല. ഞാൻ പക്ഷലു ഖശിയത്ത് അന്നഹു യത്ത ഉഹ, അവൾ ഭയപ്പെട്ടാൽ, അന്നഹു യത്ത ഉഹ, അയാൾ അവളെ മായി ബന്ധപ്പെടുമെന്ന്, യത്ത ഊന സംയോഗം ചെയ്യുന്നതിന് പറയാം. സല്ലമത്ത് നഫ്സഹ, അപ്പോൾ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. വാലിഹൽ ഇംതിന, അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് അവൾക്ക് അയാളെ തടയാം, അവൾക്ക് വിസമ്മതം പറയാം. ഫൈൻ അലിമത്ത്, 10 വിസമ്മതം പറയാം ഹദ് നിഫാസ് ഉണ്ടാകുമ്പോൾ. ഫൈൻ അലിമത്ത്, അപ്പോൾ അവൾക്ക് ഉറപ്പിച്ച് കിട്ടി, അന്നംതിന ഹാലായി ഫീദു, അവൾ ഈ മാറി നിൽക്കൽ ഉപകാരം ചെയ്യില്ല, അവളുടെ വിസമ്മതം ഉപകാരം ചെയ്യില്ല. ഖലത്തിൽ ഖറായിനു, ഖരീനത്തുകൾ, സാഹചര്യ തെളിവുകൾ പറഞ്ഞു. ബിൽ ഖത്ഇ ബി അന്നഹു യത്ത ഉഹ, അയാൾ അവളെ വത്ത് ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവുമല്ലോ, കുറേ കാലമായിട്ട് കാണുന്നതാണ്, അയാൾ വലിയ ദീനിബോധമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഹൈദ് നിഫാസൊക്കെ കണക്കാണ്. അപ്പോൾ ഖരീനത്തുകൾ, സാഹചര്യ തെളിവുകൾ, സന്ദർഭ സൂചനകൾ വിധിച്ചു, തേടി. ബിൽ ഖത്ഇ, ഉറപ്പ് കൊണ്ട്, ബി അന്നഹു യത്ത ഉഹ, അയാൾ അവളെ വത്ത് ചെയ്യുമെന്ന്. അങ്ങനെ ആയാൽ ലം യബ്ഉദ്, അപ്പോൾ വിദൂരമല്ല എന്ത് പറയുന്നത്, അന്നലഹ, അവൾക്കുണ്ട്, ബൽ അലൈഹ, അവൾക്ക് നിർബന്ധമാണ് എന്ന്. ലഹ എന്നാണ് അവൾക്ക് അനുവദനീയമാണെന്നാ, ബൽ അനുവദനീയം എന്ന് പറഞ്ഞാൽ പോരാ, അലൈഹ, അവൾക്ക് നിർബന്ധമാണ് എന്ന്. അല്ലിംതിനാ, ശരീരത്തെ വിട്ടുകൊടുക്കാതെ വിസമ്മതം പറയൽ, അതായത് അങ്ങോട്ട് പോകാതെ വിസമ്മതം പറയൽ അവൾക്ക് നിർബന്ധമാണ്. ഹീനയിദിന, അത്തരം സന്ദർഭത്തിൽ. അലാമ ഖലഹു ഷെയ്ഖുന പറഞ്ഞത് പ്രകാരം. പിന്നെ ഈ മഹറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ ഇങ്ങനെ മഹർ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. സ്ത്രീധനം പറഞ്ഞിട്ടുമില്ല, അതിപ്പോൾ നമ്മൾ കൂട്ടിണ്ടാക്കിയ സാധനമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. അതെവിടെ ഇല്ലാത്തതാണ്. ഒരു ഹദീസിലുണ്ട്, ഒരു പെണ്ണ് കല്യാണം കഴിക്കുമ്പോൾ ഭംഗി കണ്ട് കഴിക്കാറുണ്ട്, പെണ്ണിൻ്റെ സാമ്പത്തികം കണ്ട് കഴിക്കാറുണ്ട്, കുടുംബമഹിമ നോക്കി കഴിക്കാറുണ്ട്, മതബോധം നോക്കിയിട്ടും കഴിക്കാറുണ്ട്. മതബോധമുള്ള പെണ്ണിനെ കഴിച്ചുകൊണ്ട് നീ സമുന്നതമായ വിജയം നേടുക. അതായത് എല്ലാം നോക്കാം, മതബോധത്തിനെയാണ് കൂടുതലും പ്രാധാന്യം നൽകേണ്ടത് എന്നർത്ഥം. അല്ലാതെ തീരെ ഭംഗിയില്ല, ദീനാണ് എന്നുണ്ടാകുമ്പോൾ ചിലപ്പോൾ അയാളുടെ ദീന് ചിലപ്പം സംരക്ഷിക്കപ്പെടാൻ സാധ്യതയല്ല. അപ്പോൾ അയാളുടെ ഭംഗിക്കനുസരിച്ച് മറ്റുമൊക്കെ നോക്കാം. മഹറിനെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ എല്ലാ പെൺകുട്ടികൾക്കും കൊടുത്തത് 400 ദിർഹം എന്നാഞ്ഞില്ലേ, എത്ര 400 500 ദിർഹം. ഭാര്യമാർക്ക് കൊടുത്തതും അങ്ങനെ തന്നെയാണ്, പെൺകുട്ടികൾക്ക് വേണ്ടി വാങ്ങിയതും അത് തന്നെയാണ്. പിന്നെ ഉമ്മു ഹബീബ ബീബി, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഉമ്മു ഹബീബ ബീബി 2 ഹിജ്റ പോയിട്ടുണ്ട്, എത്തോപ്യയിലേക്കും മദീനയിലേക്കും. അവൾക്ക് വേണ്ടി നബിക്ക് മഹർ കൊടുത്തത് ആരാന്നറിയാം? നജാഷി രാജാവ്, അസ്ഹമ എന്ന് പറയുന്ന നജാഷി രാജാവാണ് എന്തായത് മഹർ കൊടുത്തത്. നബീനോടുള്ള ബഹുമാനം കൊണ്ട് 400 മിസ്കാല് സ്വർണം. 400 മിസ്കാല് സ്വർണം. ഒരു മിസ്കാൽ എന്ന് പറയുമ്പോൾ ഒരു 1.5 ദിർഹമോളം, അഥവാ ഒരു 6 ഗ്രാമോളം എന്ന് പറയാം. അപ്പോൾ 6 ഗ്രാം, അപ്പോൾ 400 ഗുണിക്കണം 600 കൂട്ടിയൊക്കെയാണ്, അല്ല 6 ഗ്രാം 400 മിസ്കാൽ സ്വർണ്ണമാണ്. അപ്പോൾ എത്ര ഗ്രാം സ്വർണ്ണമായി? ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ 1.5 ദിർഹമാണ് പറയുന്നത്, കുറച്ച് വ്യത്യാസമുണ്ട് പറയുന്നുണ്ട്. ആയിരത്തി 600 ഗ്രാമായില്ലേ, 1600 ഗ്രാം സ്വർണ്ണമായില്ലേ. അതന്നെ, രാജാവ് കൊടുക്കുകയല്ലേ, അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവും. ഉമർ റളിയല്ലാഹു തന്നെ ഹദീസുണ്ട്, നിങ്ങൾ സ്ത്രീകളെ സദാക്ക് കൂട്ടരുത്. ലാ തുഖാലു ബിസുദുഖിൻ നിസാ, സ്ത്രീകളെ കിട്ടാൻ വേണ്ടിയാണ് മഹർ കൂട്ടുന്നത്. സൗദി ഗൾഫിലൊക്കെ നിലവിലുണ്ട്, ഇനി കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയെന്ന് അറിയില്ല. സ്ത്രീകൾക്ക് നിങ്ങൾ കണക്കിലേറെ മഹർ കൊടുക്കരുത്. അത് ദുനിയാവിൽ വലിയ ബഹുമാനാണെങ്കിൽ, തഖ്വയാണെങ്കിൽ
ഫൈനഹാ ലൗ കാനത്ത് മഖ്റുമത്തൻ ഫിദ് ദുനിയ ഔ തഖ്വ ഇൻദല്ലാഹ് കാന ഔലാ ബിഹാ റസൂലുള്ളാഹ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അത് ചെയ്യേണ്ടത്. നബി തങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ. നബി തങ്ങൾ 400 ദിർഹമല്ലേ കൊടുത്തിട്ടുള്ളൂ, 500 ദിർഹമല്ലേ കൊടുത്തിട്ടുള്ളൂ, 2000 ഗ്രാം വെള്ളി. അപ്പോൾ അതിനോട് സമാനമായ വില. അപ്പം അങ്ങനെ കണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പറയാൻ അറിയില്ല. വരാൻ പോകുന്നത് നമുക്ക് നോക്കി അറിയണം. സ്ത്രീകളെ നമ്മളെ ഇപ്പോൾ 2004 അവസ്ഥ പറയുമ്പോൾ ഞാനിപ്പോൾ അത് റെക്കോർഡാണല്ലോ. ഇനിയിപ്പോൾ കുറഞ്ഞിട്ട് 2024 100 കൊല്ലം കഴിയുമ്പോൾ അത് വേറെ രീതിയായിരിക്കും. 25 കൊല്ലം കഴിഞ്ഞിട്ട് 50 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ. അപ്പോൾ നമ്മൾ തന്നെ ഹയാത്തിലുണ്ടാവില്ല. അപ്പോൾ 24 എന്ന് പറയാം. ഇപ്പോൾ സ്ത്രീകളങ്ങനെ കിട്ടാത്തൊരവസ്ഥയ്ക്ക് വന്നിരിക്കുകയാണ്. എല്ലാ സ്ത്രീധനവും നിന്നു. സ്ത്രീകളോട് സ്വർണം ചോദിക്കുന്ന പരിപാടി പൂർണ്ണമായിട്ടും അവസാനിച്ചു. ഭൂമി ചോദിക്കുന്നത് അവസാനിച്ചു. ഒന്നും നിബന്ധനല്ല. മഹർ കൊടുക്കുകയാണ്. ഇനി മഹർ സ്ത്രീകളെ കിട്ടാൻ വേണ്ടി മഹറുകൾ ഇത്ര 50 സ്ത്രീകളെ കിട്ടാത്തൊരവസ്ഥ ഇപ്പം ഉണ്ടല്ലോ. യുവാക്കളൊക്കെ എത്രയോ കല്യാണം കഴിക്കാതെ പ്രയാസപ്പെട്ട് നടക്കുന്നുണ്ട്. അവനെന്തോ മഹർ ഇനി കൂട്ടിക്കൊടുക്കുന്നൊരു സാഹചര്യം വരും പെണ്ണ് കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് പിന്നെ നേരെ പെണ്ണിനോട് വാപ്പാനോട് സ്ത്രീധനം വാങ്ങിയതിന് പകരം വാപ്പയായിട്ട് ഞാനിത്ര നിങ്ങൾക്ക് മഹർ അവൾക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് 50 പവനോ 25 പവനോ ഒക്കെ കൊടുക്കുന്ന ഇത്ര മഹർ തരാം എന്നൊക്കെ പറയുന്നൊരു സാഹചര്യം. അതെന്താവും? സ്വാഭാവികമായിട്ട് ഭർത്താവിൻ്റെ സാമ്പത്തിക ശേഷിയുടെ മേൽ അറിയിക്കും. അപ്പോൾ നിങ്ങൾ എത്രയാണ് അവൾക്ക് മഹർ കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ അപ്പം പറയും ഞാനൊരു 50 കൊടുക്കുക. അപ്പം മനസ്സിലാവും ഇയാളെ സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. അത് അവൾക്കായിരിക്കും. ചിലപ്പോൾ അവളെ വാപ്പന്നെ വാങ്ങും. കാരണം ഇപ്പോൾ പെൺകുട്ടികളൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ വാപ്പാനോടും മകൾ പറയും അപ്പോൾ നിങ്ങൾ എടുത്തോളും, നിങ്ങൾ എന്നെ പഠിപ്പിച്ചതല്ലേ. അപ്പോൾ വാപ്പാർക്ക് ഒരു വരുമാനമാവും. പെൺകുട്ടികൾ ഉണ്ടാകുക എന്നുള്ള വലിയ അഭിമാനവും വലിയ സ്വത്തുമാകും. അതിൻ്റെ ഒരു ഭാഗത്ത് ജോലിയില്ലാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത ആണുങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയും പെണ്ണ് കിട്ടാത്ത സാഹചര്യമൊക്കെ വരും. എന്തൊക്കെയാണ് വരാമെന്നുള്ളത് നമുക്ക് കാണാം. അള്ളാഹു എല്ലാം ഖൈറിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.